ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഭാസ്കരനെ, ദിവാകരനെ, അർക്കനെ, സൂര്യനെ ഞാനിതാ പ്രണമിക്കുന്നു. ഞങ്ങൾ ജ്യോതിഷികൾ ആദ്യത്തിനെ പ്രണമിച്ചുകൊണ്ടാണ് ഞങ്ങളെ കവടിക്കരി ആരംഭിക്കുക. ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം ന സ ദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോ രവി. ഈ മന്ത്രം 3 തവണ ഉച്ചരിച്ചു കൊണ്ടാണ്, ചൊല്ലിക്കൊണ്ടാണ് ജ്യോതിഷികൾ തങ്ങളുടെ കവടിക്കര ആരംഭിക്കുക. സൂര്യന് ശിവനാകുന്നു. അർക്ക ശംഭു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുക. ആ ശിവൻ്റെ ജ്ഞാനമയമായ രൂപമാകുന്നു ഏത് രൂപം? ദക്ഷിണാമൂർത്തി രൂപം. ദക്ഷിണാമൂർത്തി സ്വാമിയെയും ഞങ്ങൾ എന്തു ചെയ്യുന്നു? രാശിക്കാലത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരിലസിതം സേവ്യമാനം സുരോഘേഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദദതമിഷികണേ ജ്ഞാനമീശാനമീടേ. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മന്ത്രമാകുന്നു. ഏതായാലും നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആദിത്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രയാണമാണ്. ആദിത്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊല്ലവർഷം മലയാള വർഷം 1202 ആരംഭിക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ആഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രത്തിൽ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയിലാണ് ചിങ്ങരവി സംക്രമം. വളരെ നല്ല ഒരു ദിനത്തിലാണ് ചിങ്ങരവി സംക്രമം വരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സമൃദ്ധമായ ചിങ്ങമാസം, പുത്തൻ തിരുവോണം വരുന്ന ചിങ്ങമാസം ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ശുഭാശുഭ ഫലങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ ഈ പൊന്നിൻ ചിങ്ങവർഷത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ സൂര്യൻ 1202 ചിങ്ങമാസം 1-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 7:51 ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ചിങ്ങമാസം ആരംഭിക്കുന്നത് 7:51 മുതലാണ്. ഏതായാലും ഒരു ശോഭനമായ ചിങ്ങമാസ ആരംഭം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പരാമർശിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് സജീവമായി ചിന്തിക്കാം. എന്താണ് ചിങ്ങൻ രാശിയുടെ പ്രത്യേകത? ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. സിംഹേ വിംശതി രാതിത. ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ്. ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ രാശിക്ക് എല്ലാവിധ ശക്തിയും ആ രാശിക്ക് ഗ്രഹിക്കുന്നതാണ്. സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ രാഹുവോടുകൂടെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ഗ്രഹണം സംഭവിക്കുന്നു. അല്ലാതെ സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ മറ്റുള്ള ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കുന്നു. സൂര്യനാണ് ഏറ്റവും ശക്തനായ ഗ്രഹം. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകർ, മേടൻ രാശി മുതലുള്ള ഈ ഫലങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം നക്ഷത്രങ്ങളിൽ നിന്ന് 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 2-ാം ഭാവത്തിലാണ്. സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന സൂര്യനാണ്. 2-ാം ഭാവം എന്താണ്? ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം. ഭർത്തവ്യമാണ്, താൻ ഭരിക്കപ്പെട്ടിരുന്ന ആളുകളാണ്, തൻ്റെ കുടുംബമാണ്. 2-ാം ഭാവത്തിന് പോഷിജന എന്നാണ് പറയുക, പരിവാരങ്ങൾ, താൻ സംരക്ഷിക്കേണ്ട ജനങ്ങൾ. അഖിലം വിത്തം തൻ്റെ ധനസമ്പത്ത്, തൻ്റെ ധനപരമായ അഭിവൃദ്ധി. വാണി ചക്ഷുശ്ച ദക്ഷിണം, തൻ്റെ വലത്തേക്കാണ്. തൻ്റെ വാക്ക്, വിദ്യാജ വിവിധാപ്യത, വിവിധ രീതിയിലുള്ള വിദ്യകൾ, ഇതൊക്കെ കൊണ്ട് 2-ാം ഭാവം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ 2-ാം ഭാവത്തിൽ സൂര്യനും കേതുവും ഉള്ളതുകൊണ്ട് പലപ്പോഴും ശ്രദ്ധിക്കണം. ശാരീരികമായി നേത്രസംബന്ധമായ ഉദരസംബന്ധമായ രോഗങ്ങൾ വരാം. അതിനുമപ്പുറം അഷ്ടമത്തിലേക്ക് സൂര്യദൃഷ്ടിയുള്ളതുകൊണ്ട് കേതുവോടുകൂടെ ദൃഷ്ടി എന്നുകൊണ്ട് പലപ്പോഴും ഭക്ഷണം, വിഷഭക്ഷണം, ഫുഡ് പോയ്സൺ വരുന്ന സമയമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുക. പക്ഷേ ധനപരമായ വിഷയത്തിലൊക്കെ വളരെ സ്റ്റേബിളാകുന്ന ഒരു സമയമാണിത്. 2-ാം ഭാവത്തിൽ കൂടുതൽ ഭാഗ്യം വരും. ചതുഷ്പാസുഖം, വാഹന സൗഭാഗ്യം ലഭിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭൂരിദ്രവ്യോ നവഹൃദധനി വക്രരോഗി ദ്വിതീയേ എന്നാണ് വരാഹമിഹിർ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഭൂരിദ്രവ്യ, ധാരാളം ധനം വരും. നവഹൃദധനി,
രാജാവ് തൻ്റെ ധനം അപഹരിക്കും. സർക്കാരുമായി ബന്ധപ്പെടുന്ന ടാക്സ് കാര്യങ്ങളൊക്കെ വരിക, ഇതിൻ്റെ പേയ്മെൻറ്റ് GST ആയി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ, ഇതിലൊക്കെ തന്നെ അപാകതകൾ വന്നാൽ ഗവൺമെൻറ്റിന് അങ്ങോട്ടേക്ക് കാശ് കൊടുക്കേണ്ടൊരവസ്ഥ വരും. അതിനാൽ ധാരാളം കാശുണ്ടായാലും ധനം നശിക്കാതെ നോക്കണം, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വക്രരോഗി, നേത്രരോഗമുണ്ടാകും, പ്രത്യേകിച്ച് വലത്തെ കണ്ണിനെ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ചമത്കാരം എന്താ വേണ്ടി പറഞ്ഞിരിക്കുന്നു? ധനയസ്യ ഭാനുസ ഭാഗ്യാധികസ്യ, രണ്ടിൽ സൂര്യൻ വളരെയധികം ഭാഗ്യമുണ്ടാക്കി തരും. ചതുഷ്പാസുഖം, വാഹനസുഖം ലഭിക്കും. സദ്വയെ സംജയാൻ, നല്ല കാര്യങ്ങൾക്കായി ധനം ചെലവാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കുടുംബേ കലിർ ജായദേവി, ഭാര്യ കാരണം കുടുംബത്തിൽ കലിയുണ്ടാകും. ഇവിടെ കേതുവോടുകൂടി കുടുംബസ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ പലപ്പോഴും അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ വരും. രണ്ടാം ഭാവം തൻ്റെ വാക്കാണ്. ഈ കേതു കളവൊക്കെ പറയുമെന്നാണ് പറയുന്നത്. രാഹുവും കേതുമ്പും മൃഷാഭാഷിതമെന്ന് പ്രത്യേകിച്ച് ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പലപ്പോഴും കുടുംബജീവിതത്തിലൊക്കെ അസ്വസ്ഥതകൾ ധാരാളം വരും. വീട് വിട്ട് ഇറങ്ങിപ്പോവുക, മറ്റു സ്ഥലത്തേക്ക് താമസിക്കുക, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്ന സമയമാണ്. അതിനാൽ വളരെ ജാഗ്രത പാലിക്കുക. ക്രിയാനിഷ്ഫലയാതി ലാഭസ്യഹേതുവും, വളരെയധികം ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയും. അതിനാൽ വലിയ ലാഭം പ്രതീക്ഷിച്ച് ഷെയർ മാർക്കറ്റിംഗ് പോലുള്ള അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് മുതലായവയിലൊക്കെ നിക്ഷേപിക്കുന്ന കർക്കിടക രാശിക്കാർക്ക് ലോങ് ടേം ആയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രമിക്കുക. പെട്ടെന്ന് കാശ് കിട്ടുന്ന ലാഭകരമായ വ്യാപാരത്തെ ചിന്തിച്ചാൽ അതിലൂടെ നഷ്ടം വരും, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വാക്സ്ഥാനമായതുകൊണ്ട് നന്നായി ശിവന് ശൈവമായ നല്ല മന്ത്ര പദങ്ങൾ ഉപയോഗിക്കുക. ഓം നമഃ ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം, അല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു ആദിത്യ ഹൃദയ മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണെന്ന് അറിയുക. നേത്രസംബന്ധമായ രോഗങ്ങളെ വളരെ ജാഗ്രത പാലിക്കുക. നന്ദി, നമസ്തേ.